ഹംസ റളിയല്ലാഹു വന്നതോടുകൂടി ഇസ്ലാമിന്റെ മുഖച്ഛായ തന്നെ മാറാൻ തുടങ്ങി. ഇസ്ലാമിലേക്ക് ശരിക്കും ഇസ്ലാമിന്റെ ഒരു കാരണവർ വന്ന പോലെയായി. അതുവരെ ആരും ചോദിക്കാനും പറയാനില്ലാത്ത മുസ്ലിങ്ങൾക്ക് അന്ന് ചോദിക്കാനും പറയാനും ഒക്കെ ഒരാളായി. വഴിയെ പോകുന്നവർക്കൊക്കെ തല്ലാനും ആക്രമിക്കാനും ഉള്ളവരായിരുന്നു അന്ന് മുസ്ലിമീങ്ങൾ. അതിനുശേഷം ആരും മുസ്ലിമീങ്ങളെ തൊടാൻ ഒന്ന് ചിന്തിക്കുകയുണ്ട്. കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഹംസ റളിയല്ലാഹു ചോദിക്കാൻ വരും. ഹംസയെ നേരിടാനുള്ള ധൈര്യം അന്ന് അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് ചുക്കാൻ പിടിക്കാനും ഇസ്ലാമിന്റെ ആദ്യത്തെ സൈന്യാധിപനും അത്രയും വലിയൊരു യുദ്ധ നയതന്ത്രജ്ഞനുമായിരുന്നു ഹംസ റളിയല്ലാഹു. ഹംസ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ വരവ് ഇസ്ലാമിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയെങ്കിലും മക്കയിലെ മറ്റു അവിശ്വാസികളൊക്കെ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. അവർ സംഘങ്ങൾ ചേർന്ന് ഒരുപാട് കുതന്ത്രങ്ങൾ മെനിയാൻ തുടങ്ങി. ഇസ്ലാമിനെ അടിവേരോടുകൂടി നശിപ്പിക്കാൻ അവർ പല കുതന്ത്രങ്ങളും മെനഞ്ഞു. ഇതൊന്നും സഹിക്കാനാവാതെ ഹിജ്റ എന്നൊരു ഉപാധി അവരുടെ മുന്നിൽ വന്നു. അങ്ങനെ മുസ്ലിങ്ങൾ എല്ലാവരും മക്കയിൽ വിട്ട് മദീനയിലേക്ക് പോവാണ്. അവരുടെ സർവ്വസ്വത്തുക്കളും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ജന്മനാട് ഉപേക്ഷിച്ച് അവർ മറ്റൊരു നാട്ടിലേക്ക് വളരെ പ്രയാസത്തോടു കൂടി പലായനം ചെയ്യാണ്. പലായനം ചെയ്ത ഇവരെ സ്വീകരിച്ചത് നല്ലവരായ മദീനത്തെ അൻസാരികളായി.